ഹായ്, വെൽക്കം ടു ദിവ്യാസ് ഡെയിലി ടാരോട്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് തീർത്തും ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എനർജി കാർഡിന് നൽകുക. നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്. ഓക്കെ, 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 2 ഓഫ് സോർഡ്സ്. എന്താണ് ഈ കാർഡ് മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കാർഡ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെയധികം കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. അതിപ്പം ബിസിനസ്സിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, ഏത് കാര്യത്തിലായാലും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആ കഠിന പ്രയത്നത്തെ കാർഡ് വ്യക്തമാക്കുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലായാലും ശരി, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടായാലും. 2 ഓഫ് സോർഡ്സ് കാണിക്കുന്നത് നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾ കഠിനമായി പ്രയത്നിച്ചിട്ടും നിങ്ങൾക്കതിൻ്റെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ബെനിഫിറ്റ് അതിന് ലഭിക്കുന്നില്ല എന്നാണ് കാർഡ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിലേക്ക് അതെത്തുന്നില്ല. നിങ്ങൾ എന്തോ ഒരു ആശയക്കുഴപ്പത്തിലാണുള്ളത്. നിങ്ങൾ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇതേ രീതിയിൽ പോകണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ ഉള്ള സാഹചര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ നാളെ പൗർണമിയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് 3 ഓറക്കിൾസിന് എന്താണ് നിങ്ങൾക്ക് ഇതിന് ഒരു മെസ്സേജ് കിട്ടുന്നതെന്ന് നോക്കാം. എൻ്റെ വ്യൂസിന് 3 ഓറക്കിൾസിന് 3 എനർജിയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, നത്തിങ് ഈസ് എറ്റ് ഇൻ സ്റ്റോൺ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള ഈ സാഹചര്യത്തെ ഓർത്ത് ആശയക്കുഴപ്പമൊന്നും വേണ്ട, ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. ഇതൊന്നും ശാശ്വതമല്ല, ഈ സമയവും കടന്നു പോകുമെന്നാണ്. ഒന്നും നിലനിൽക്കുന്നതല്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറിപ്പോവുക തന്നെ ചെയ്യും. നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിച്ചോളുക. ബാക്കിയെല്ലാം യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യം സാധ്യമാകുന്നതാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.